ഇത് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് CBSE ക്ലാസ് 10 അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പേപ്പറാണ്. അതിലെ യൂണിറ്റ് 2 അതിൻ്റെ PDF ആണിത്. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ യൂണിറ്റിന്റെ ഹെഡിങ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് ഓഫ് മോഡലിംഗ് ഇൻ AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ മോഡലിംഗ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്രോച്ച്, സെഷൻ പ്ലസ് ആക്ടിവിറ്റി. ഇതിന്റെ സമ്മറി നമുക്ക് നോക്കാം. There are two main categories of AI model. AI മോഡൽസിന് 2 കാറ്റഗറി ഉണ്ട്. ഒന്നിനെ നമ്മൾ റൂൾ ബേസ്ഡ് എന്നും രണ്ടാമത്തതിനെ ലേണിംഗ് ബേസ്ഡ് എന്നുമാണ് പറയുന്നത്. അതായത് ഈ റൂൾ ബേസ്ഡ് എന്നുള്ളത് കുറച്ച് കാലം മുമ്പേ ഉണ്ടായിരുന്നു. 70കളിലൊക്കെ തന്നെ റൂൾ ബേസ്ഡ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിംഗ് ലോജിക് എല്ലാം വെച്ച്. ഈ ലേണിംഗ് ബേസ്ഡ് നമ്മൾ റീസെന്റ് കഴിഞ്ഞ ഒരു ഡെക്കേഡോ 1.5 ഡെക്കേഡോ കഴിഞ്ഞ 10-15 വർഷമായിട്ടാണ്. അതായത് ഡേറ്റയുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ, നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയുടെയും ഡിജിറ്റൽ ഫുട് പ്രിന്റ് വീഴുന്നുണ്ടല്ലോ. അപ്പൊ ധാരാളം ഡേറ്റയായി. അപ്പൊ ആ ഡേറ്റയെ ഇന്ന് ലേൺ ചെയ്യുക, അതാണ് ആ ലേണിംഗ് ബേസ്ഡ് പറയുന്നത്. ധാരാളം ഡേറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ഡേറ്റയിൽ നിന്ന് പഠിച്ചിട്ട് ഇന്റലിജൻസ് കിട്ടി കാര്യങ്ങൾ ചെയ്യാം. ലേണിംഗ് ബേസ്ഡ് മോഡൽസ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ്, അതിനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നും, അതിന് ലേബൽ കൊടുക്കും. അതായത് നമ്മൾ ഇന്നതാണെന്ന് അതിന് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നത്. വേർ മെഷീൻസ് ആർ ടോട്ട് യൂസിങ് ലേബിൾഡ് ഡേറ്റ. അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതിൽ ഓരോ ഫീച്ചേഴ്സ് വെച്ചിട്ടും മെഷീൻ മനസ്സിലാക്കുകയാണ്. വേർ മെഷീൻ ഇൻഡിപെൻഡന്റ്ലി അൺകവർ പാറ്റേൺസ് ഫ്രം അൺലേബിൾഡ് ഡേറ്റ. ആ പാറ്റേണുകൾ കണ്ടുപിടിക്കുക. അടുത്തത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, അവിടെ റിവാർഡുകളും ഫൈനും ഒക്കെ വെച്ച് തെറ്റാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യില്ല, ശരിയാണെങ്കിൽ അത് ചെയ്യും. അതാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ ആ മാപ്പ് അത് പിന്നീട് വരുത്താതിരിക്കുകയും ശരിയായിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഉള്ളത്. എനേബിളിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു ഒപ്റ്റിമൈസ് ഡിസിഷൻ ഫോർ റിവാർഡ്സ് വിത്തൗട്ട് ഡയറക്റ്റ് പ്രോഗ്രാം. ആ റിവാർഡ് വന്നത് അങ്ങനെ ശരി എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് നമ്മളുടെ തലച്ചോറിനെ മിമിക്കിംഗ് ദ ബ്രെയിൻസ് ന്യൂറോൺസ്. ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ഡേറ്റ ഫീച്ചേഴ്സ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡേറ്റ ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്ന നോഡുകളിൽ കൂടെ മേക്കിംഗ് ദം എഫിഷ്യന്റ് ഫോർ പ്രോസസിങ് ലാർജ് ഡേറ്റ സെറ്റ്സ് ലൈക്ക് ഇമേജസ്. അപ്പോൾ പല ഇമേജുകളിൽ നിന്നൊക്കെ അത് data processing, efficient data processing, making them efficient for processing large data sets like images. Images പോലെയുള്ള ഡേറ്റ സെറ്റും അത് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫെമിലറൈസ് സ്റ്റുഡൻസ് വിത്ത് സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണ്, അതിന്റെ അപ്രോച്ച് എന്താണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. അപ്പോൾ നമ്മളിത് ഈ പാഠം കഴിയുമ്പോൾ, രണ്ടാമത്തെ യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർവൈസ്ഡ് എന്താണെന്ന് അറിയായിരിക്കും, അൺസൂപ്പർവൈസ്ഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചൊരു ഐഡിയ കാണും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊരു ധാരണ വേണം. എന്നിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരാൻ. അതാണ് പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് പറഞ്ഞത്. ഇവിടുത്തെ കീ കൺസെപ്റ്റ് പറയുന്നത് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ്, ന്യൂറൽ നെറ്റ്വർക്ക്. ഇതാണ് ഇവിടുത്തെ കീ കൺസെപ്റ്റ്സ്.
നമുക്ക് നമുക്കിത് തുടങ്ങാം. AML-DL ഇതൊരു ഇൻട്രഡക്ടറി ലെവലിൽ പറയാണ്. നേരത്തെയുള്ള പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ടു ബിൽഡ് ആൻ AI ബേസ്ഡ് പ്രോജക്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ we need to work around artificial intelligent models or algorithms. അപ്പൊ അതിന് AI മോഡൽസ് വേണം, അല്ലെങ്കിൽ അൽഗോരിതംസ് വേണം. This could be done either by designing your own model. അപ്പോൾ നമ്മളുടെ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കുക, ഒരു അൽഗോരിതം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില AI മോഡൽസ്. ബിഫോർ ജമ്പിങ് ഇൻ ടു മോഡലിംഗ്, ലെറ്റ് us clarify the definitions of AI, ML and deep learning. അപ്പൊ അങ്ങോട്ടേക്ക് ചാടുന്നതിന് മുമ്പ് നമുക്ക് ഇതെന്താന്ന് നോക്കാം. നമുക്ക് എയും ML-ഉം DL-ഉം തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ മനസ്സിലാവുമല്ലോ. ആസ് വി എൻ്റർ ഇൻ ടു ദ വേൾഡ് ഓഫ് മോഡലിംഗ്, നമ്മൾ ഈ AI മോഡലിംഗിലേക്ക് കടക്കുമ്പോൾ, ഇറ്റ് ഈസ് ഗുഡ് ടൈം ടു ക്ലാരിഫൈ സംതിങ് മെനി ഓഫ് യു മേ ബി ഹാവിംഗ് ഡൗട്ട്സ് അബൌട്ട്. യു മേ ഹാവ് ഹേർഡ് ദ ടേംസ്. അപ്പോൾ നമുക്കൊരു ചെറിയ സംശയം തോന്നാം അല്ലേ? AI, ML, DL, when research content online and during this course, നമുക്ക് അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to any technique that enables computers to mimic human intelligence. മനുഷ്യന്റെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അതിനെ A എന്ന് പറയും. An artificially intelligent machine works on algorithms. അത് വർക്ക് ചെയ്യുന്ന അൽഗോരിതത്തിൽ കൂടെയാണ്. ആ അൽഗോരിതം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡേറ്റ ഫെഡ് ടു ഇറ്റ് ആൻഡ് ഗീവ്സ് ദ ഡിസൈഡ്. അങ്ങനെ നമുക്ക് ആ ഡേറ്റയുടെ പഠനത്തിൽ കൂടെ നമുക്ക് വേണ്ട വിവരങ്ങൾ തരിക ചെയ്യും. അപ്പോൾ എന്താന്ന് പറഞ്ഞു, മനുഷ്യനെ പോലെ ചിന്തിക്കലാണ്. അത് അൽഗോരിതത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റകളിൽ ബേസ് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മെഷീൻ ലേണിംഗ് എന്താണ്? ML. അപ്പോ ടു ഇംപ്രൂവ് അറ്റ് എ ടാസ്ക് വിത്ത് എക്സ്പീരിയൻസ്, മനുഷ്യനെ പോലെ പ്രവൃത്തി പരിചയം നേടുന്തോറും കൂടുതൽ മെച്ചപ്പെടുക, ആ ഒരു അവസ്ഥ ML-നുണ്ട്. The machine here learns from the new data fed to it. അതായത് നമ്മളിപ്പോ ട്രാൻസ്ലേഷനൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളതിനേക്കാളും വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതൊക്കെ. ഗൂഗിൾ മാപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെയധികം മുമ്പോട്ട് പോയി. അത് ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. The machines here learn from the new data fed to it while testing and uses it for next iteration. നെക്സ്റ്റ് ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ. ഇറ്റ് ആൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ടൈം വെൻ ഇറ്റ് വെന്റ് റോങ് ആൻഡ് കൺസിഡർ ദ എക്സ്പെക്ടേഷൻസ് ടു. അപ്പൊ എവിടെയാ തെറ്റിപ്പോയതെന്നും ഇതിന് പ്രതീക്ഷിക്കുന്ന എന്താണെന്നും ഒക്കെ കൺസിഡർ. അപ്പോൾ മെഷീൻ ലേണിംഗിലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ പറഞ്ഞു. ഡീപ്പ് ലേണിംഗ് enables software to train itself to perform tasks with a vast amount of data. അത് തന്നെത്താൻ പരിശീലിക്കുകയാണ് വലിയ ഡേറ്റയായിട്ട്. സിൻസ് ദ സിസ്റ്റം ഹാസ് ഗോട്ട് ഹ്യൂജ് സെറ്റ് ഓഫ് ഡേറ്റ, വലിയ അളവിലുള്ള ഡേറ്റ ഉള്ളപ്പോൾ ഇറ്റ് ഈസ് ഏബിൾ ടു ട്രെയിൻ ഇറ്റ്സെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്പിൾ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. പല തരത്തിലുള്ള ML അൽഗോരിതംസ് all together to perform a specific task, ഒരു പ്രത്യേക ജോലി ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു അംബർല ടേം, എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു അംബർല ടേം ആണ് നമ്മൾ A എന്ന് പറയുന്നത്. അതിനകത്ത് ഡീപ്പ് ലേണിംഗ് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് എ വെരി സ്പെസിഫിക് ലേണിംഗ് അപ്രോച്ച് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ്
അപ്പോൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഡീപ്പ് ലേണിംഗും മെഷീൻ ലേണിംഗും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ പറയുന്ന എ. ഒരു വെൻ ഡയഗ്രാം ഇത് താഴത്തെ പേജിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എ ഈസ് ദ അംബ്രല്ല ടെക്നോളജി which covers machine and deep learning under it, and deep learning comes under machine learning. It is funnel type approach where there are lot of applications of AI out of which few are those which come under ML, out of which very few go into DL. ഒരു അരിപ്പ പോലെ, ഫണൽ പോലെ, അരിപ്പല്ല, വലിയ അളവിൽ AI, അതിൽ നിന്ന് കുറച്ച് ML, അതിൽ നിന്ന് വളരെ കുറച്ച് DL, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ഇന്റലിജൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ML എന്ന് പറയുന്ന എയുടെ സബ്സെറ്റ് ആണ്. ഡേറ്റയിൽ നിന്നാണ് പഠിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന MLന്റെ സബ്സെറ്റ് ആണ്. നമ്മളുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ സ്ട്രക്ചർ പോലെയാണ് ഇതിന്റെ അൽഗോരിതംസ് ഇൻസ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ANN, ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, ANN പറയുന്നത്. മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ഓർ ML enables machine to improve at a task with experience. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യും അതിന്റെ ടാസ്ക് വിത്ത് എക്സ്പീരിയൻസ്. ദ മെഷീൻ ലേൺസ് ഫ്രം ഇറ്റ്സ് മിസ്റ്റേക്ക്, തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കും. ആൻഡ് ടേക്സ് ദം ഇൻ ടു കൺസിഡറേഷൻ ദ നെക്സ്റ്റ് എക്സിക്യൂഷൻ. അടുത്ത എക്സിക്യൂഷനിൽ അത് കൺസിഡർ ചെയ്യും. ഇറ്റ് ഇംപ്രവൈസസ് ഇറ്റ് സെൽഫ് യൂസിങ് ഇറ്റ്സ് ഓൺ എക്സ്പീരിയൻസസ്. അപ്പൊ അതിന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്ന് അത് ഇംപ്രൂവ് ചെയ്യും മനുഷ്യനെ പോലെ. അതിനെയാണ് നമ്മൾ ML എന്ന് പറയുന്നത്. ഇവിടെ ആ ഡയഗ്രാം കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് ML മോഡലുകളുണ്ട്. എക്സ്പീരിയൻസിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ ML ലേണിംഗിന്റെ ഒരു ബ്ലോക്ക് റെപ്രസെന്റേഷൻ. This is just a broad representation of how a machine learning model works. Input is given to the ML model and the model generate output by learning from the input data. അപ്പോൾ ഇൻപുട്ട് ഡേറ്റ എന്ന് പഠിച്ചിട്ട് അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. Here is an example which shows labeled images. നമ്മൾ ഇത് ആപ്പിൾ ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. Every image is tagged either as apple or strawberry. ആപ്പിൾ ആണെന്നും സ്ട്രോബെറി ആണെന്നും. ML model learns from the input data. അപ്പോൾ അതിന് ആപ്പിളിന്റെ ഫീച്ചേഴ്സ് കിട്ടും, സ്ട്രോബെറിയുടെ ഫീച്ചേഴ്സ് കിട്ടും. പിന്നെ ആപ്പിളോ സ്ട്രോബെറിയോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത് ആപ്പിൾ ആണെന്നും ഇന്നത് സ്ട്രോബെറി ആണെന്നും പറയും. അപ്പൊ നേരത്തെ നമ്മൾ ലേബൽ ചെയ്തത് കൊണ്ടാണ് അതിനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. Object classification identifies and labels object present within an image. നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഷർട്ട് ഇതാണ്, അക്സസറീസ് ഇതാണ്, അങ്ങനെയൊക്കെ നമ്മൾ ലേബൽ ചെയ്യും. ഇതിൽ ചില അനോമലി ഡിറ്റക്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യാത്ത ചില വേരിയേഷൻസ് എന്തെങ്കിലും കാണും. അതാണ് അനോമലി എന്ന് പറയുന്നത്. അനോമലി ഡിറ്റക്ഷൻ ഹെൽപ്പ് us find the unexpected things hiding in our data. For example, tracking your heart rate and finding a sudden spike could be an anomaly. നമ്മളുടെ ഹാർട്ട് റേറ്റ് പരിശോധിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉയരുകയോ താഴുകയോ ചെയ്യുന്നത് അനോമലിയാണ്, നമ്മളുടെ രോഗലക്ഷണമാണ്, വളരെ പൊട്ടൻഷ്യൽ ഇഷ്യൂ ആണ്, അല്ലേ? യെസ്, അനോമലി ഡിറ്റക്ഷൻ. ഡീപ്പ് ലേണിംഗ് enables software to train itself to perform tasks with vast amount of data. വലിയ ഡേറ്റ വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. In deep learning, the machine is trained with a huge amount of data, which helps it into training itself around the data. ഡേറ്റയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Such machines are intelligent enough to develop algorithms for themselves. അതിന് വേണ്ടുന്ന അൽഗോരിതം ഡെവലപ്പ് ചെയ്യും. ഡീപ് ലേണിംഗ് ഇസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം ഓഫ് AI ഔട്ട് ഓഫ് ദീസ് ത്രീ. അപ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്കതിൻ്റെ
ഡയഗ്രാം നോക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആ ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ള കൺസെപ്റ്റ് മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വന്ന വാക്കാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇൻപുട്ട് ഈസ് ഗിവൺ ടു ആൻ ANN and after processing the output is generated by DL block. Here is an example which shows pixels of bird image. പക്ഷിയുടെ പടമാണ്. അതിന്റെ നമ്മൾ ഈ ഡിജിറ്റൽ ഇമേജ് എല്ലാം പിക്സലുകൾ കൊണ്ടാണ് ഉണ്ടാക്കുക. കുത്തു 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 കുത്ത്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുത്തുകുത്തുകളാണ്. ഇച്ചിരി വലിയ കുത്തുകുത്താണെങ്കിൽ നമുക്ക് ആ പടത്തിന് ക്ലാരിറ്റി കിട്ടില്ല. വളരെ ചെറിയ ചെറിയ കുത്തുകളാകുമ്പോൾ നമുക്ക് ആ പടത്തിൽ അന്യായ ക്ലാരിറ്റി. അപ്പൊ എനിവേ ആ പിക്സലിലാണ് ബേർഡ് ഇമേജ് ഉള്ളത്. ആൻഡ് മോഡൽ ഈസ് ഏബിൾ ടു അനലൈസ് ആൻഡ് കറക്റ്റ്ലി പ്രിഡിക്ട് ദാറ്റ് ഇറ്റ് ഇസ് എ ബേർഡ് യൂസിങ്. അപ്പൊ അവിടെ ആ ബേർഡ് ആണെന്നുള്ളത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും ആ പടത്തിൽ നിന്ന്. അതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN പറഞ്ഞത്. ഓബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ, പട്ടിയും പൂച്ചയും, കാറ്റ് ആൻഡ് ഡോഗ്. Object classification, deep learning tackles the task of identifying and labeling object with an image. It essentially uses powerful algorithm to figure out what is in a picture and categorize those things. ആ പടത്തിൽ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ തരംതിരിക്കുകയും ചെയ്യും. ഡിജിറ്റൽ റെക്കഗ്നേഷൻ, ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ 0 മുതൽ 9 വരെ, ഈ 0 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 കാറ്റഗറി. ഇതില് ഈ 10 ടൈപ്പിലുള്ള 1, 10 ടൈപ്പിലുള്ള 2, 10 10ൽ കൂടുതലുണ്ട്. 3, 3, 5, 10, 15 ടൈപ്പ് ഉണ്ട് അല്ലെ? 2, 4, 6, 8, 10, 12, 16. ഏതാണ്ട് 16 ടൈപ്പിൽ 1 എഴുതുക, 16 ടൈപ്പിൽ 0 എഴുതുക, 16 ടൈപ്പില്. അപ്പൊ ഇതിൽ ഏതെങ്കിലും അതിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ സംഖ്യയായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഇത് വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഒക്കെ ഹാൻഡ് റൈറ്റിങ്ങുകൾ, നമ്മളുടെ അക്ഷരങ്ങൾ ഏതാണ്ട് അതെല്ലാം അതിനകത്ത് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യും ഉറപ്പായിട്ടും. ഇത് നമ്മൾ ആദ്യം 0 എന്ന് ശ്രദ്ധിച്ച്, നമ്മൾ ഓരോരുത്തരും എഴുതുന്ന 0 ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നമ്മൾ എഴുതുന്ന 1 ഇതിൽ ഏതെങ്കിലും ഒരു 1 ആയിരിക്കും. നമ്മൾ എഴുതുന്ന 2 ഇതിൽ ഏതെങ്കിലും ഒരു 2 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഹാൻഡ് റിട്ടണിൽ. ഇത് 0 മുതൽ 9 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ A മുതൽ Z വരെ നമ്മൾ എഴുതുന്ന ചിഹ്നങ്ങളും ഒക്കെ ഇത് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ കയ്യിലുള്ള പാറ്റേൺ ഇങ്ങനെ 16 ടൈപ്പിലുള്ള 0, 16 ടൈപ്പിൽ, 16 അല്ല അതിലധികം കാണും. നമ്മൾ ഇതൊന്നും അല്ല, ഈ പറഞ്ഞിരിക്കുന്നതല്ല. ചിലപ്പോൾ ഇതല്ലാത്ത രീതിയിലും 0, 1, 2 ഒക്കെ എഴുതാറുണ്ട്. അപ്പൊ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അത് AI ടൂൾസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ടേബിൾ റെപ്രസെന്റേഷൻ ആണ്, ടാബുലർ റെപ്രസെന്റേഷൻ. പട്ടിക രൂപത്തിൽ എഴുതിയിരിക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പല ഇൻഫർമേഷനും ടേബിൾ രീതിയിൽ എഴുതുന്ന സൗകര്യം. ഉദാഹരണത്തിന് നമ്മൾ എഴുതുന്ന ടൈം ടേബിൾ ക്ലാസ്സിൽ, സ്കൂളിൽ തിങ്കളാഴ്ച ആദ്യത്തെ പീരീഡ്, ചൊവ്വാഴ്ച 2ാമത്തെ പീരീഡ്, 3ാമത്തെ പീരീഡ്, അങ്ങനെ നമ്മൾ എല്ലാ പീരീഡും എല്ലാ ദിവസത്തും എഴുതായി വെക്കാതെ അത് ആ ടാബുലർ ഫോമില. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പല കാര്യങ്ങളും ടാബുലർ ഫോമിലൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ബസ് ടൈം ടേബിൾ, ട്രെയിൻ ടൈം ടേബിൾ, അങ്ങനെ വില പട്ടികകൾ, അതൊക്കെ നമുക്ക് ടാബുലർ ഫോമിൽ എഴുതുന്ന സൗകര്യം. അപ്പൊ ഇവിടെ ഒരു ടാബുലർ ഫോമിൽ എഴുതിയിരിക്കുക ഫ്രൂട്ട് കളറ് പ്രൈസ്, ഫ്രൂട്ടിന്റെ പേര്, അതിന്റെ നിറം, അതിന്റെ വില. A table with information about fruit is data. Each row will contain information about different fruit. Each fruit is described by certain features. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഇൻഫർമേഷൻസ് റോ ഇത്. അപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോളം ഓഫ് ദ ടേബിൾ ആർ കാൾഡ് ഫീച്ചേഴ്സ്. ഇവിടെ ആ ഫ്രൂട്ട് എന്ന് പറഞ്ഞ കോളം, കളർ എന്ന് പറഞ്ഞ കോളം, പ്രൈസ് എന്ന് പറഞ്ഞ കോളം, ഇത് അപ്പൊ ഇതാണ് ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഡേറ്റാ സെറ്റിൽ നെയിം, കളറ്, സൈസ്, അതിന് ചിലപ്പോൾ ലേബലിംഗ്, സം ഫീച്ചേഴ്സ് ആർ സ്പെഷ്യൽ, ദേ ആർ കാൾഡ് ലേബിൾസ്. അപ്പൊ ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രൂട്ടിന് നമ്മൾ കൊടുക്കുന്ന പേര്. ഡേറ്റ ലേബലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അറ്റാച്ചിങ് മീനിങ് ടു ഡേറ്റ, അല്ലെ? അപ്പൊ അതിനൊരു മീനിങ് കിട്ടും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടക്സ്റ്റ് ഓഫ് ദ പ്രോബ്ലം വി ആർ ട്രൈങ് ടു സോൾവ്. If you are trying to predict what fruit it is based on the color of the fruit, then color is the feature and the fruit name is the label. അങ്ങനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ലേബൽ ചെയ്യുക, അൺലേബൽ ചെയ്യുക. അപ്പോ നമ്മൾ ഡോഗിന്റെ കുറെ പടം കൊടുത്തിട്ട് ഇതാണ് ഡോഗ് എന്ന് പറയും. പിന്നെ നമ്മൾ ഏത് ഡോഗിന്റെ പടം കൊടുക്കുമ്പോഴും ഇത് ഡോഗിനെ തിരിച്ചറിയും. കുറെ പൂച്ചകളുടെ പടം കൊടുക്കും, അതിൽ നിന്ന് പൂച്ചയെ തിരിച്ചറിയും. ഇതൊന്നും അല്ലാതെ നമ്മൾ കുറെ പടങ്ങൾ കൊടുക്കും, അതിൽ നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കും. അതാണ് അൺലേബിൾഡ് ഡേറ്റ. ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേര് വെച്ച് അത് മനസ്സിലാക്കും. ഇനി ഇതിനകത്ത് വാട്ട് ഡു യു മീൻ ബൈ എ ട്രെയിനിങ് ഡേറ്റ സെറ്റ്? നമ്മൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ട്രെയിനിങ് ഡേറ്റ സെറ്റ് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്കറിയാം, നമ്മളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ചിലപ്പോൾ നമ്മളുടെ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ പോലെയാണ്. നമ്മളുടെ ഫ്രണ്ടിനെയോ നമ്മുടെ റിലേറ്റീവിനെയോ ഒരു പക്ഷേ നമ്മളെക്കാൾ നന്നായി അതിന് പറയാൻ പറ്റും. എത്ര വർഷങ്ങൾ കഴിഞ്ഞുള്ള ഫോട്ടോ ആണെങ്കിൽ അത് ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഇന്ന് ഉണ്ടാക്കുന്നതാണ്. ദ ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് എക്സാമ്പിൾസ്. നമ്മുടെ പല റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ എക്സാമ്പിൾസ് കൊടുത്തു, അത് അനലൈസ് ചെയ്തു, ലേൺ ചെയ്തു. പിന്നീട് ആ വ്യക്തികളുടെ പടം ഏതൊക്കെ രീതിയിൽ കൊടുത്താലും ഇത് പറയും ഇന്ന ആളാണെന്ന് പറയും. ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ പടം. ജസ്റ്റ് ലൈക്ക് ഹൗ എ ടീച്ചർ ടീച്ചേഴ്സ് എ ടോപ്പിക് ടു ദ ക്ലാസ് ത്രൂ എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് ഇലിസ്ട്രേഷൻസ്. ഒരു അധ്യാപകൻ പല ഉദാഹരണങ്ങളിൽ കൂടെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ. സിമിലർലി എ സെറ്റ് ഓഫ് ലേബിൾഡ് ഡേറ്റ ഈസ് യൂസ്ഡ് ടു ട്രെയിൻ. അങ്ങനെ പല ഡേറ്റകളിൽ കൂടെ AI മോഡൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. അപ്പോ ഡേറ്റ ട്രെയിനിങ് പറഞ്ഞു. പിന്നെ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അത് വേറെ ചില സാമ്പിൾ എടുത്തിട്ട് ആ ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ ടെസ്റ്റ് ചെയ്യും, അത് ഓക്കെ ആണെന്നോ. The testing data is used to test the accuracy of the model, just like how a teacher takes class test related to topic. അപ്പോൾ നേരത്തെ ടീച്ചർ എക്സാമ്പിളിൽ കൂടെ, ഇലിസ്ട്രേഷനിൽ കൂടെ, വിശദീകരണങ്ങളിൽ കൂടെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് ടീച്ചറിന് മനസ്സിലാവോ ഈ കുട്ടികൾക്ക് മനസ്സിലായേ ഇല്ലയോ. ടെസ്റ്റ് ഈസ് പെർഫോംഡ് വിത്തൗട്ട് ലേബിൾഡ് ഡേറ്റ ആൻഡ് ദെൻ വെരിഫൈ റിസൾട്ട് വിത്ത് ലേബിൾസ്. ഇനി മോഡലിംഗ് എന്താണെന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽസ് ഇൻടു റൂൾ ബേസ്ഡ് അപ്രോച്ച് ആൻഡ് ലേണിംഗ് അപ്രോച്ച്. ഇൻ ജനറൽ there are two approaches taken by research in building AI models. രണ്ട് അപ്രോച്ച് ഉണ്ട്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ ഈ യൂണിറ്റിന്റെ തുടക്കത്തിലെ പറഞ്ഞത്. They either take a rule based approach or learning approach. A rule based approach is generally based on data and the rules fed to the machine. ഇത് ഒരു 30, 40, 50 വർഷം മുമ്പ് തന്നെ, 70-കളിലൊക്കെ തന്നെ ഈ മെത്തേഡ് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും അതിന്റെ കണ്ടീഷനും ഒക്കെ വെച്ചിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യും. Where the machine reacts accordingly to deliver the desired. നമ്മൾ പറയുന്ന ലോജിക് ഒക്കെ പ്രോഗ്രാം ആയിട്ട് ബിൽഡ് ചെയ്ത് അത് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെ ഈ ബിൽഡ് ചെയ്ത് ലോജിക് വെച്ച് നോക്കി ഔട്ട്പുട്ട് പറയും. അതാണ് റൂൾ ബേസ്ഡ്. ആ റൂൾ എന്നുള്ളത് പ്രോഗ്രാം ലോജിക്. പിന്നീടാണ് വളരെ റീസെന്റ് ആയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് അപ്രോച്ച് കൊണ്ടുവരുന്നത്. അതോടുകൂടിയാണ് വളരെ സ്ഫോടനാത്മകമായി, വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള AI ഡെവലപ്മെന്റ്സ് വരുന്നത്.
ഒരു കാരണം ഇന്റർനെറ്റിന്റെ ബൂം തന്നെ. ധാരാളം ഡേറ്റ നമുക്കിന്ന് അവൈലബിൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളുടെയും ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ വീഴുന്നതുകൊണ്ട് ആ ഡേറ്റയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അബണ്ടൻസ് ഓഫ് ഡേറ്റയാണ് എഐയുടെ ഒരു അഡ്വാൻസ്മെന്റിന് കാരണം. Under learning approach, the machine is fed with the data and a desired output to which the machine designs its own algorithm, a set of rules to match the data to be desired output fed to the machine. അപ്പോൾ ആ അൽഗോരിതം വെച്ചിട്ട് ഫെഡ് ചെയ്ത ഡേറ്റ അനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ട്. AI modeling refers to developing algorithm. അപ്പോൾ AI modeling എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഗോരിതം ഡെവലപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്, പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. Also called models which can be trained to get intelligent output. അവിടെ ആ ഡേറ്റ എല്ലാം കൊടുത്ത് ഔട്ട്പുട്ട്, ഇന്റലിജന്റ് ഔട്ട്പുട്ടിന് തയ്യാറാക്കുക. അങ്ങനെ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആവും. അപ്പോൾ ഇതിനെ നമ്മൾ തരംതിരിച്ചു. നമ്മൾ ഓൾറെഡി ഈ തരംതിരിവ് കണ്ടായിരുന്നു. അതിപ്പോ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുക. AI മോഡൽസിനെ രണ്ടായിട്ട് തിരിക്കും, ലേണിംഗ് ബേസ്ഡ്, റൂൾ ബേസ്ഡ്. ആ ലേണിംഗ് ബേസ്ഡിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്നും ഡീപ്പ് ലേണിംഗ് എന്നും വിളിക്കുന്നത്. മെഷീൻ ലേണിംഗിലാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും ഒക്കെ വരുന്നത്. ഡീപ്പ് ലേണിംഗിൽ ന്യൂറൽ നെറ്റ്വർക്ക്, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ റൂൾ ബേസ്ഡ് അപ്രോച്ച് ഓൾറെഡി വളരെ മുമ്പ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ റൂൾസും ഡേറ്റയും നമുക്കത് പ്രോഗ്രാംസും ഡേറ്റയായിട്ട് പറയാം. എന്നിട്ട് ആ റൂൾസ് വെച്ചിട്ട് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ആൻസർ തരും. അതാണ്, അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം, നമ്മൾ പ്രോഗ്രാമിൽ 40 മാർക്ക് അല്ലെ 40-50% കൂടുതൽ കിട്ടുന്നവരൊക്കെ പാസ്സായെന്നും അല്ലാത്തവരൊക്കെ ഫെയിലായെന്നും ഒരു ലോജിക്ക് കൊടുത്തു. അല്ലെങ്കിൽ 90 ആൻഡ് എബോവ് ആണെങ്കിൽ A+ ആണെന്നും, 80 ആൻഡ് എബോവ് ആണെങ്കിൽ A ആണെന്നും, 70 ആൻഡ് എബോവ് ആണെങ്കിൽ B ആണെന്നും അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സ്റ്റുഡൻസിന്റെ എല്ലാ മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഗ്രേഡ് കൊടുക്കും. ഇത് റൂൾസ് ബേസ്ഡ് അപ്രോച്ചാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂൾസ് ബേസ്ഡ് അപ്രോച്ചാണ്. ഇതിനൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ധാരാളം ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് റൂൾ ബേസ്ഡ് അപ്രോച്ച് വളരെ മുമ്പ് തന്നെ AI ഉണ്ടായിരുന്നു. വളരെ മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ. ഓക്കെ, defined by the developer. The machine follows. Rule-based chatbots are commonly used on website to answer frequently asked questions. ഇത് ചാറ്റ് ബോട്ടുകളാണ്, അതായത് നമ്മൾ ചോദിക്കുന്ന ക്വയറീസിന് ഉത്തരം പറയുന്ന ചാറ്റ് ബോട്ടുകൾ. അതാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വളരെ സ്ട്രക്ചർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മൾ ഇന്ന് പലപ്പോഴും നമുക്ക് ഫോണിലൊക്കെ 1 അമർത്തുക 2 അമർത്തുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത് ഒരു ചാറ്റ് ബോട്ട് ബേസ്ഡ് ആണ് സംഭവം, റൂൾ ബേസ്ഡ് ആണ്. ഒന്നാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ടെലഫോൺ, നമ്മൾ ടെലഫോണിന്റെ വല്ല ക്വയറി എല്ലാം നടത്തുമ്പോൾ കുറെ മെനു നമ്മുടെ മുമ്പിൽ എത്തും. നമ്മൾ എന്നിട്ട് അതിനകത്ത് സെലക്ട് ചെയ്യും. പിന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അത് ബ്രാഞ്ച് ചെയ്ത് പോകും. അതൊക്കെ റൂൾ ബേസ്ഡ് ചാറ്റ് ബോട്ട്സിന്റെ എക്സാമ്പിൾസ്. ഇത് വെബ്സൈറ്റിൽ ചാറ്റ് ബോട്ട് നമ്മുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നു. ഇത് നമ്മൾ AI എനേബിൾഡ് ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞില്ല, റൂൾ ബേസ്ഡ് എന്നേ പറഞ്ഞു. AI എനേബിൾഡ് ചാറ്റ് ബോട്ട്സ് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ്. അതാണ് നമ്മൾ ചാറ്റ് GPTയിലും ജെമിനിയിലും ഒക്കെ കാണുന്നത്. അത് റൂൾ ബേസ്ഡ് അല്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആണ്. A clothing website. Chatbot does not require massive data set for training. അതിന് മാസീവ് ഡേറ്റ സെറ്റ് വേണ്ട. അത് ചില ക്വസ്റ്റ്യൻസും അതിന്റെ കറസ്പോണ്ടിങ് ആൻസറും
അതൊരു ഡിസിഷൻ ട്രീ പോലെയാ. നിങ്ങൾ ഈ ടെലിഫോൺ എൻക്വയറി കൊടുക്കുമ്പം 0 അമർത്ത്, 1 അമർത്ത്, 1 അമർത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു മെനു വരും. അതിൽ നിന്ന് 2 അമർത്തും, ആ അടുത്ത 2ൽ നിന്ന് ഒരു വേറൊരു നമ്പർ അമർത്തും. അങ്ങനെയൊക്കെ നമ്മൾ ബ്രാഞ്ച് ചെയ്ത് പോകും. അങ്ങനെ ബ്രാഞ്ച് ചെയ്യുന്നതിനെ നമുക്കൊരു ട്രീ ആയിട്ട് കാണുവാണെങ്കിൽ ആ ഡിസിഷൻ ട്രീ പോലെയാണ് അത് അറേഞ്ച് ചെയ്തത്. അപ്പോ ഒരു യൂസർ മെസ്സേജിനകത്ത് ട്രാക്ക് ഓർഡറോ ഷിപ്മെന്റോ ഉണ്ടെങ്കിൽ അത് ഓർഡർ ട്രാക്കിംഗ് ഓപ്ഷനിലേക്ക് പോകും. ആ ഓർഡർ ട്രാക്കിംഗ് അതിൽ ഓർഡർ നമ്പർ പ്രോംപ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെ ഒരു റൂൾ ബേസ്ഡ് വാലിഡ് ഓർഡർ നമ്പർ അതിലിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇൻപുട്ട് ശരിയാകുന്നില്ലെങ്കിൽ അത് പറയും, സോറി ഐ കാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്, പെർഹാപ്സ് യു ക്യാൻ ട്രൈ സെർച്ചിങ് ഫോർ അവർ FAQs അല്ലെങ്കിൽ കോണ്ടാക്ട് കസ്റ്റമർ സപ്പോർട്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് വളരെ ചിരപരിചിതമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പലപ്പോഴും ഫോണിൽ പല സർവീസുകൾ നമ്മൾ ഇതിനെ ഈ ഗ്യാസ് ബുക്കിങ്ങിൽ, ഗ്യാസുമായിട്ടുള്ള കംപ്ലൈന്റുകളിൽ, ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ ബാങ്കിൽ നമുക്ക് ATM നഷ്ടപ്പെടുകയോ റിന്യൂ ചെയ്യുകയോ സെൻഡ് ചെയ്യുകയോ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയുള്ളതിനൊക്കെ ഇന്ന് വളരെ വ്യാപകമായിട്ട് ഈ പറഞ്ഞ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഈ റൂൾ 1, റൂൾ 2. ഇത് ഇവിടെ ഒരു കൊറിയർ പോലെ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ നമ്പറൊക്കെ കൊടുത്തിട്ട് റീ എൻറ്റർ, അതിനെക്കുറിച്ചുള്ള ഡെലിവറി ആണോ അല്ലയോ എന്നൊക്കെ നോക്കും. വെൻ എ യൂസർ ചാറ്റ്സ് വിത്ത് എ ബോട്ട്, ആ ബോട്ട് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് BOT ആണ്, റോബോട്ടിന്റെ ബോട്ടാണ്, അതാണ് ചാറ്റ് ബോട്ട്. Their message is analyzed based on the defined rules. ആ റൂൾസിനനുസരിച്ച് അനലൈസ് ചെയ്യും. ചാറ്റ് ബോട്ട് നമ്മളിവിടെ AI ചാറ്റ് ബോട്ടിലേക്ക് വന്നില്ല. നമ്മൾ റൂൾ ബേസ്ഡ് ചാറ്റ് ബോട്ടേ പറഞ്ഞുള്ളൂ. AI ചാറ്റ് ബോട്ട്സ് ആണ് നമ്മൾ ചാറ്റ് GPTയിലൊക്കെ ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടെ അല്ല, നല്ല വലിയ മാസി സ്കെയിൽ ഇന്റലിജന്റ് ആണ്. മനുഷ്യന്റെ കപ്പാസിറ്റിയെക്കാളും വളരെ കൂടുതൽ ഇന്റലിജൻസ് അത് കാണിക്കും. ഇതല്ല, ഇത് അങ്ങനത്തെ സാധനമല്ല. അപ്പൊ ഇവിടെ അത് വലിയ ഡേറ്റ ഒന്നും വേണ്ട, ഡേറ്റാ സെറ്റ് ആവശ്യമില്ല. പ്രീ റിട്ടൺ ആൻസർ ഓർ പ്രോംപ്റ്റ്സ് ദ യൂസർ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ സിനാരിയോ. A drawback feature for this approach is that learning is static. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് ഒന്നും ഇതിനകത്തില്ല. The machine once trained does not take into consideration any changes made in the original training data set. ആ ഡേറ്റാ സെറ്റിലൊന്നും മാറ്റമില്ല. That is, if you try testing the machine on a data set which is different from the rules and data you fed it at the training stage, the machine will fail. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തും. മോഡൽ cannot improve itself on the basis of feedback. ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യുന്നില്ല. Is an extension of this is the machine adapts to change in data and the rules and follows the updated path only, while a rule-based model does what it has been taught once. അത് ചെയ്യും. ഒരിക്കൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇതാണ് നമ്മൾ പുതിയ പരിപാടി. ഇവിടെ ആ ചാറ്റ് ബോട്ടിൽ നിന്ന് വളരെ അഡ്വാൻസ്ഡ് ആയി. A learning-based approach is a method where a computer learns how to do something by looking at examples or getting feedback, similar to how we learn from experience. Instead of being explicitly programmed for a task, the computer learns to perform it by analyzing data and finding patterns or rules. ഈ പാറ്റേൺ റൂൾസ് ഒക്കെ അത് കണ്ടുപിടിക്കും. ഡേറ്റ ആൻസേഴ്സിന് ഒരു റിവാർഡ് ബേസ്ഡ് ഒക്കെ ഉണ്ട്. ശരിയാണെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കും, തെറ്റാണെങ്കിൽ ഉപയോഗിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട് അവിടെ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് എ ഡേറ്റ സെറ്റ് ഓഫ് 1000 images of random stray dogs of your area. അലഞ്ഞിറങ്ങി നടക്കുന്ന പട്ടികളുടെ 1000 പടം. Now you do not have any clue as to what trend is being followed in the data set, as you don't know
their breed or color or any other. ഇത് എന്താണ് തരാൻ പോകുന്നത് നമുക്കറിയാം. Thus, you would put this into a learning approach based AI machine and the machine would come up with various patterns. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ പല പാറ്റേണുകളെ കുറിച്ച് അത് പറഞ്ഞു തരുന്നു. It might cluster the data on the basis of color വെച്ച്, size വെച്ച്, fur style വെച്ചിട്ട്. It might also come up with some very unusual clustering. നമുക്ക് ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്ലസ്റ്ററിംഗ് അൽഗോരിതം വെച്ചിട്ടും ചിലപ്പോൾ ചില പാറ്റേണുകൾ നമുക്ക് ഉണ്ടാക്കി തരും. We can say that it refers to the AI modeling where the machine learns by itself. ഇവിടെ മെഷീൻ തന്നെത്താൻ പഠിക്കുന്നതാണ് പറയുന്നത്. Under the learning based approach, AI model gets trained on the data fed to it and then is able to design a model which is adaptive to the change in data. അപ്പോൾ adaptive to the change in data എന്ന് പറഞ്ഞാൽ ഡേറ്റ മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കും. Adaptive ആണ്. The model is trained with X type of data and the machine designed the algorithm around it. Model would modify itself according to the changes, the modify which occur in the data so that all the exceptions are handled in this case. A learning based spam email filter. Spam എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ നമ്മളുടെ ബോക്സിലേക്ക് എത്തുന്ന മെയിൽ സ്പാം ആണ്. വാട്സപ്പിലാണെങ്കിലും ഇമെയിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന നമ്മൾ പറയാതെ നമ്മളിലേക്ക് എത്തുന്ന മെസ്സേജുകൾ സ്പാം. Automatically identifies whether an incoming email is spam or not instead of being explicitly programmed. അപ്പോൾ എക്സ്പ്ലിസിറ്റ് പ്രോഗ്രാം അല്ലാണ്ട് ഇത് പഠിച്ച് അത് സ്പാം ആണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. During a training, the filter provided with a large data sets of email, each labeled as either spam or legitimate. The filter analyzed the content and the characteristics of these emails, such as words used to sender information. അതൊക്കെ വെച്ചിട്ട് അത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഫിൽട്ടർ ലേൺസ് സ്പാം ആണ് അല്ലയോ എന്ന് തിരിച്ചറിയും. ഇനി once trained, the filter can classify no incoming emails as spam or not spam based on the patterns it learned. അപ്പൊ അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മുതലുള്ളത് അതായത് കാറ്റഗറീസ് ഓഫ് മെഷീൻ ലേണിംഗ് ബേസ്ഡ് മോഡൽസ് ഇവിടെ തൊട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ then. So thank you for listening.